എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് വളരെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. പ്രോട്ടീൻ റിച്ച് ചെറുപയർ പരിപ്പ് ഇഡ്ഡലിയും അതിന് കോംബോവായി ഒരു സ്പൈസി ചട്നിയുമാണ് ഉണ്ടാക്കുന്നത്. അരി ഭക്ഷണം ഒഴിവാക്കി ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് ഉപകാരപ്രദമാണ് ഈ റെസിപ്പി. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടണിൽ ആൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ സ്പെഷ്യൽ അരി ചേർക്കാത്ത സോഫ്റ്റ് ഇഡ്ഡലി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം നമ്മൾക്ക് ചട്നി തയ്യാറാക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടാകുമ്പോൾ ഒരു സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് 10 വെളുത്തുള്ളി ചെറുതായി മുറിച്ചത് ചേർത്ത് വഴറ്റുക. ഒന്ന് വാടി വരുമ്പോൾ 6 പച്ചമുളക് 2ആയി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. എരിവ് കൂടുതൽ വേണ്ടവർക്ക് അതിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ്. സിമ്മിൽ വെച്ച് വഴറ്റണം. പച്ചമുളകും വെളുത്തുള്ളിയും വാടി നല്ലപോലെ വഴണ്ടി വരുവാൻ 3-4 മിനിറ്റ് എടുക്കും. എണ്ണയിൽ വഴണ്ടി വരുമ്പോൾ പച്ചമുളകിൻ്റെ സൈസ് ചുരുങ്ങി അതിൻ്റെ എരിവും കുറയും. ഈ സ്റ്റേജിൽ ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില പെട്ടെന്ന് തന്നെ പാടി വരും. ഇനി ഇതിലേക്ക് 3 തുണ്ട് പുളി കൂടിയിട്ട് വഴറ്റി ചട്നിക്ക് ആവശ്യമായ 1 സ്പൂൺ കല്ലുപ്പ് കൂടി ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്യുക. പാനിലെ ചൂടിൽ തന്നെ 1 മിനിറ്റ് വഴറ്റുക. ഇനി ഇത് ലേശം ആറിയ ശേഷം മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. കഴിയുന്നതും വെള്ളമൊഴിക്കാതെ അരയ്ക്കുക. ഇനി അരയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം 1-2 സ്പൂൺ വെള്ളമൊഴിച്ച് അരയ്ക്കുക. അരച്ച ചട്നി ഒരു ബൗളിലേക്ക് മാറ്റാം. മിക്സിയിൽ 2 സ്പൂൺ വെള്ളമൊഴിച്ച് ഒന്ന് അലസി ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾക്ക് ചട്നി താളിക്കാം. ചട്നി വഴറ്റിയ അതേ പാനിൽ തന്നെ 1/2 സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് 1/2 സ്പൂൺ കടുക് ചേർത്ത് പൊട്ടുമ്പോൾ 7-8 കറിവേപ്പിലയിട്ട് വാങ്ങി ചൂടോടെ ചട്നിയുടെ മീതെ ഒഴിച്ചു കൊടുക്കുക. നല്ല സ്പൈസി ഗ്രീൻ ചട്നി തയ്യാർ. ഇനി നമ്മൾക്ക് ചെറുപയർ പരിപ്പ് ഇഡ്ഡലിക്ക് ഒരു പാത്രത്തിൽ 4 കപ്പ് ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുക്കുക. ഏതിലാണോ അളവെടുക്കുന്നത് എല്ലാം അതേ കപ്പിലോ ഗ്ലാസ്സിലോ ഏതാണോ അതിൽ തന്നെ എടുക്കുക. ഏകദേശം 4 കപ്പ് ചെറുപയർ പരിപ്പിന് 3/4 കപ്പ് ഉഴുന്നെടുത്ത് പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുക്കുക. ഇഡ്ഡലി സോഫ്റ്റായി കിട്ടാൻ ഉലുവ സഹായിക്കും. കൂടാതെ പോഷക ഗുണവും ഏറും. ഇനി ഇത് 2 പ്രാവശ്യം നല്ലപോലെ കഴുകി കുതിർക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് ചുരുങ്ങിയത് 4-5 മണിക്കൂർ വയ്ക്കുക. 4 മണിക്കൂർ കൊണ്ട് തന്നെ പരിപ്പുകളെല്ലാം നല്ലപോലെ കുതിർന്നു വന്നിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിലോ ഗ്രൈൻഡറിലോ നൈസായി അരയ്ക്കുക. ഞാൻ ഗ്രൈൻഡറിലാണ് അരയ്ക്കുന്നത്. ഏകദേശം അരമണിക്കൂർ കൊണ്ട് തന്നെ നല്ലപോലെ അരഞ്ഞു വരും. ആവശ്യത്തിന് മാത്രം വെള്ളമൊഴിച്ച് അരയ്ക്കുക. ഇഡ്ഡലി ആയതുകൊണ്ട് ഒരുപാട് വെള്ളമൊഴിക്കരുത്. മാവ് കുറച്ച് കട്ടിയിലാണ് വാങ്ങേണ്ടത്. 1 സ്പൂൺ കല്ലുപ്പ് കൂടി ചേർത്താണ് ഞാൻ അരച്ചത്. നിങ്ങൾക്ക് അരച്ച ശേഷം ഉപ്പ് ചേർക്കണമെങ്കിൽ അങ്ങനെയും ആവാം. ഇനി മാവ് വാങ്ങി നല്ലപോലെ കൈകൊണ്ട് കലക്കി 8 മണിക്കൂർ പുളിപ്പിക്കാൻ വയ്ക്കുക. കൈകൊണ്ട് മാവ് കലക്കുമ്പോഴാണ് മാവ് നല്ലപോലെ പൊങ്ങി വരുള്ളൂ. രാത്രി മാവ് അരച്ച് വെച്ചാൽ പിറ്റേ ദിവസം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി ഉണ്ടാക്കാം. രാത്രി കുതിർക്കാനിട്ട് രാവിലെയാണ് അരയ്ക്കുന്നതെങ്കിൽ രാത്രി ഡിന്നറിന് ഇഡ്ഡലി തയ്യാറാക്കാം. അരച്ച മാവ് 8 മണിക്കൂർ പുളിക്കണം. ഞാൻ തലേന്നാണ് അരച്ചത്. ഇപ്പോൾ രാവിലെ ഇഡ്ഡലി തയ്യാറാക്കാം. ആദ്യം ഇഡ്ഡലി പ്ലേറ്റിൽ നെയ്യോ എണ്ണയോ പുരട്ടാം. ഇഡ്ഡലി തട്ടിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നെയ്യോ എണ്ണയോ പുരട്ടുന്നത്. ഇനി നിങ്ങൾക്ക് തുണിയിലും ഇതേപോലെ ഇഡ്ഡലി തയ്യാറാക്കാം. ഇഡ്ഡലി തട്ടിലെ ഓരോ കുഴിയിലും ഓരോ നട്ട്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ വെച്ചാൽ മതി. അതുപോലെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വേണമെങ്കിലും വെക്കാം. അതെല്ലാം അവരവരുടെ മനോധർമ്മത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇനി ഓരോ കുഴിയിലും ഇഡ്ഡലി മാവ് ഒഴിച്ചു കൊടുക്കാം. ഇഡ്ഡലി പാത്രത്തിൽ 1/4 ഭാഗം വെള്ളം വെച്ച് വെള്ളം തിളച്ച ശേഷം മാത്രം ഇഡ്ഡലി പ്ലേറ്റ് വെക്കുക. എന്നാലേ ഇഡ്ഡലി നല്ലപോലെ പൊങ്ങി വരികയുള്ളൂ. ഇനി സാധാരണ ഇഡ്ഡലി വേവിക്കുന്നത് പോലെ 12-15 മിനിറ്റ് ഇഡ്ഡലി വേവിക്കുക. 15 മിനിറ്റിന് ശേഷം ഇഡ്ഡലി വെന്തോ എന്നറിയാൻ കയ്യിൽ ലേശം വെള്ളം തൊട്ട് ഇഡ്ഡലിയിൽ തൊട്ടു നോക്കിയാൽ മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ മനസ്സിലാക്കാം ഇഡ്ഡലി കറക്റ്റായി വെന്തുവെന്ന്. ഇനി നമ്മൾക്ക് ഇഡ്ഡലി തട്ടുകൾ വാങ്ങി വയ്ക്കാം. ഇഡ്ഡലി തട്ടിൽ ഒട്ടിപ്പിടിക്കാതെ എടുക്കാൻ
കുറച്ച് വെള്ളം ഇഡ്ഡലിയുടെ സൈഡിൽ തളിക്കുക. ഇനി ഒരു സ്പൂൺ കൊണ്ട് ഇഡ്ഡലി എടുക്കുക. നല്ല പഞ്ഞി പോലത്തെ സോഫ്റ്റ് ഇഡ്ഡലി ചട്നിയുടെ കൂടെ സെർവ് ചെയ്യാം. തേങ്ങാ ചട്നി, സാമ്പാർ, കുറുമ, സ്റ്റൂ എന്നിവയുടെ കൂടെ കഴിക്കാനും ഇത് നല്ല സ്വാദാണ്. ഇനി ഇതേ മാവ് വെച്ച് നമ്മൾക്ക് നല്ല മുരുമുരാന്നുള്ള ചെറുപയർ പരിപ്പ് ദോശയും തയ്യാറാക്കാം. അതിന് മാവിൽ കുറച്ച് വെള്ളമൊഴിച്ച് ദോശമാവിൻ്റെ കൺസിസ്റ്റൻസി ആക്കുക. ഇനി ദോശക്കല്ല് വെച്ച് ചൂടാവുമ്പോൾ ചൂട് ക്രമീകരിക്കാൻ ലേശം വെള്ളം തെളിച്ച് മാവ് പരത്തുക. മുകളിൽ കുറച്ച് നല്ലെണ്ണയോ നെയ്യോ വെണ്ണയോ തൂവാം. ഇതും ഓപ്ഷനിലാണ്. നല്ല ക്രിസ്പി ചെറുപയർ പരിപ്പ് ദോശ ഒരിഞ്ഞു വരുമ്പോൾ രണ്ടായി മടക്കി വാങ്ങുക. നല്ല ക്രിസ്പി ചെറുപയർ പരിപ്പ് ദോശ റെഡി. വെയ്റ്റ് ലോസിന് പറ്റിയ ഒരു വിഭവമാണിത്. ഈ പരിപ്പുകളിലെല്ലാം പ്രോട്ടീൻ അടങ്ങിയതുകൊണ്ട് തന്നെ നല്ല പോഷകഗുണങ്ങളും കിട്ടും. ഇനി മാവരച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ ആവശ്യാനുസരണം ഇഡ്ഡലിയോ ദോശയോ ഉണ്ടാക്കാം. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതട്ടെ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.